കൊടും ചൂടിൽ വീശിയടിച്ച കുളിർ മഴ പോലെയായിരുന്നു പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോ വിവാദം കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടിയത്. വിവാദം മുൻനിർത്തിക്കൊണ്ട് തെലങ്കാനയിൽ ശക്തമായി തിരിച്ചടിക്കാനാണ് കോൺഗ്രസ് പ്ലാൻ ഉള്ളത്. അതിനായി നിലം അവർ ഉഴുതു കഴിഞ്ഞു. കർണാടകയിലെ സ്ത്രീകൾക്കെതിരായ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ പതിവ് പോലെ ലജ്ജാകരമായ മൗനം പാലിക്കുകയാണ് നരേന്ദ്രമോദി. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാണവർ നൂറുകണക്കിന് പെൺമക്കളെ ചൂഷണം ചെയ്ത രാക്ഷസന് വോട്ട് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതെന്നും നരേന്ദ്രമോദി ഉത്തരം പറയേണ്ടി വരും. ഇത്രയും വലിയ ക്രിമിനൽ എങ്ങനെയാണ് ഇത്ര അനായാസം രാജ്യത്ത് നിന്നും രക്ഷപ്പെട്ടത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മുൻനിർത്തി ഇന്നലെ രാഹുലും പ്രിയങ്കയും BJPക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചു. കൈസർഗഞ്ച് മുതൽ കർണാടക വരെയും ഉന്നോവ മുതൽ ഉത്തരാഖണ്ഡ് വരെയും പെൺമക്കളെ ലക്ഷ്യമിടുന്ന കുറ്റവാളികൾക്കുള്ള പ്രധാനമന്ത്രിയുടെ നിശബ്ദ പിന്തുണ കുറ്റവാളികളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുമെന്നും മോദിയുടെ രാഷ്ട്രീയ കുടുംബത്തിന്റെ ഭാഗമാകുന്നത് കുറ്റവാളികൾക്ക് സുരക്ഷിതത്വത്തിന് ഉറപ്പാണോ എന്നുമാണ് രാഹുലിന്റെ ചോദ്യം. ഏപ്രിൽ 26-ന് കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം ജർമ്മനിയിലേക്ക് പലായനം ചെയ്ത രേവണ്ണയെ രാജ്യം വിടുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തടഞ്ഞില്ല എന്ന പ്രിയങ്കയുടെ ചോദ്യത്തിന് മുന്നിൽ മുട്ടുവിറച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക്. ആസമിലെ ദ്രുബയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയങ്ക പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: കർണാടകയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു. ഈ ആളുകളാണ് രാജ്യത്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നായിരുന്നു പ്രജ്വൽ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന വിവാദമായ വീഡിയോ ക്ലിപ്പുകൾ അടുത്തിടെ ഹാസനിൽ പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു. തുടർന്ന് MP ഉൾപ്പെടെ ലൈംഗിക ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. മുൻ പ്രധാന മുഖ്യമന്ത്രി HD ദേവഗൌഡയുടെ ചെറുമകനും മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ അനന്തരവനുമാണ് പ്രജ്വൽ. കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ ആക്രമണം നേരിട്ട BJPയുടെ സഖ്യകക്ഷിയായ JDS പ്രജ്വലിനെ സസ്പെൻഡും ചെയ്തു. വിവാദം കത്തിപ്പടർന്നതോടെ കർണാടകയിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷകളാണ് ഇപ്പോൾ ഉള്ളത്.